Hi students, so we have been discussing about the most economical section in trapezoidal cross section. Okay, so trapezoidal cross section most economical ആവാൻ വേണ്ടിയുള്ള conditions. So there are three conditions. First one is b plus 2nd divided by 2 is equal to d root n square plus 1, where b plus 2nd divided by 2, that is a half of the top width of the channel. ചാനലിൻ്റെ ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി, ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, വൺ ഓഫ് ദ സ്ലോപ്പിംഗ് സൈഡ്. സ്ലോപ്പിംഗ് സൈഡിൽ ഒരു സ്ലോപ്പിംഗ് സൈഡിൻ്റെ ആ ഒരു ഡയമെൻഷനും അതുപോലെ ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതിയും ഈക്വലാണ്. ദെൻ എം ഈസ് ഈക്വൽ ടു ഡി ബൈ ടു, വെർ എം ഈസ് ദ ഹൈഡ്രോളിക് ബീം ഡെപ്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ. Okay, so you should have to identify these dimensions, that is b is the bottom width of the channel, top width is b plus 2 nd, okay, nd in both the sides, divided by 2 means half of the top width. Okay, so where n is the small n is the side slope. Okay, where I is the bed slope. Okay, we have already discussed in the previous case, that is where we have used the value of I in doing problems. Okay, so I is the bed slope of the channel. ചാനലിൻ്റെ ബെഡിൻ്റെ സ്ലോപ്പാണ് ഐ എന്ന് പറയുന്നത്. ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ചാനലിൻ്റെ സൈഡ് സ്ലോപ്പാണ്. ഇങ്ങനെ കാണുന്ന ഒരു സൈഡ് സ്ലോപ്പാണ് എൻ എന്ന് പറയുന്നത്. ബെഡ് സ്ലോപ്പ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ അലോങ് ദ ലെങ്ത് അതിനെന്ത് സ്ലോപ്പ് വരുന്നുണ്ട് ബെഡ് ബോട്ടം പോർഷനിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് കണ്ടീഷൻ. മൂന്നാമതൊരു കണ്ടീഷൻ പറയുന്നുണ്ട്, എ സെമി സർക്കിൾ ഡ്രോൺ ഫ്രം ഒ വിത്ത് ദ റേഡിയസ് ഈക്വൽ ടു ദ ഡെപ്ത് ഓഫ് ഫ്ലോ വിൽ ടച്ച് ദ 3 സൈഡ്സ് ഓഫ് ദ ചാനൽ. സോ അതൊക്കെ 3 കണ്ടീഷൻസൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ 1, 2, 3 പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് ഫോർ എ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ. ഓക്കെ, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷന് വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ ട്രപ്പിസോയിഡൽ സെക്ഷനിൽ മോസ്റ്റ് എക്കണോമിക്കൽ ആവണമെങ്കിൽ, അതായത് മോസ്റ്റ് എക്കണോമിക്കൽ മീൻസ് കോസ്റ്റ് വളരെ കുറയുന്ന രീതിയിൽ, അപ്പോൾ അതിനെന്ത് വേണം? വെറ്റഡ് പെരിമീറ്റർ, വെറ്റായിരിക്കുന്ന ആ പെരിമീറ്റർ ഏറ്റവും മിനിമം ആയിരിക്കണം, അല്ല ഏറ്റവും കുറവായിരിക്കണം. ഡിസ്ചാർജ് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. പെരിമീറ്റർ കുറഞ്ഞിട്ട് ഡിസ്ചാർജ് കുറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് മോർ എഫിഷ്യൻ്റ് ആവണമെങ്കിൽ ഡിസ്ചാർജ്, ഒരു ഗിവൺ ഡിസ്ചാർജ് മാക്സിമം തന്നെ കിട്ടണം നമുക്ക്. ആ ഒരു ഗിവൺ ഡിസ്ചാർജിനുള്ള ഏറ്റവും കുറഞ്ഞ വെറ്റഡ് പെരിമീറ്റർ എന്താണെന്നുള്ളതാണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ആ പെരിമീറ്റർ മിനിമം ആക്കുമ്പോൾ ഉള്ള എന്താണ് ഡയമെൻഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത്. 2 സൈഡിൽ ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിലൊരു സ്ലോപ്പ്, ചിലപ്പോൾ ഒരു സൈഡിലും സ്ലോപ്പ് വരാം, 2 സൈഡിൽ സ്ലോപ്പ് ഇല്ലാത്ത കേസസ് വരാം. അപ്പോൾ ആ സ്ലോപ്പ് ഏറ്റവും എന്താണ് ആപ്റ്റ് ആയിട്ടുള്ള ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ട്രപ്പിസോയിഡൽ സെക്ഷന് വേണ്ടി പറഞ്ഞ കുറച്ച് ഡാറ്റാസ് നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രപ്പിസോയിഡൽ സെക്ഷൻ ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്ത്? എ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ഡെറിവേഷൻ ചെയ്യുമ്പോൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനിൽ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി എന്ന് പറയുന്നത്. സോ ഈ ഏരിയ അതുപോലെ തന്നെ ഇവിടെ പെരിമീറ്റർ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. സോ യു ഷുഡ് ഹാവ് ടു റിമെമ്പർ ദോസ് തിങ്സ് അൺലെസ് യു കനോട്ട് write it directly while in the exam hall. Okay, so while you are writing the examination, you should have to take that values without derivation. So you should have to remember those values of perimeter and area. Okay, so ഇവിടെ ഏരിയ ക്യാപിറ്റൽ A is equal to B plus ND into D ആണ്. അതുപോലെ തന്നെ അതിൽ എന്തൊക്കെയാണ് ബി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ബി എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ട്രപ്പിസോയിഡൽ ചാനലാണ്, and D is the depth of flow, and N is the slope of the side of the channel. Okay, then from this equation 1 we can write it as B is equal to A by D minus ND. ഇങ്ങനെ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. And also we have the equation for wetted perimeter of channel P is equal to B plus 2D root N square plus 1. So we can substitute equation 2 in here, that is equation 2 we have the value for B. So that value for B can be substituted here. Okay, P is equal to B plus, this B can be substituted. So we will get P is equal to A by D minus ND plus 2D root N square plus 1. So നമ്മൾ പറയുന്നത്
we have to consider P as minimum. Wetted perimeter should be minimum in case of most economical section. So wetted perimeter minimum ആവുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലിമിറ്റിംഗ് കണ്ടീഷനാണ് നോക്കുന്നത് അല്ലേ. സോ നമുക്ക് അറിയാം മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആണെങ്കിൽ അവിടെ എന്താണ്, അവിടെ നമുക്ക് ഡെപ്ത് ഓഫ് ഫ്ലോയും ഏരിയയും കോൺസ്റ്റൻ്റ് ആണ്. ഏരിയയും ഡെപ്ത് ഓഫ് ഫ്ലോയും കോൺസ്റ്റൻ്റ് ആണ്. നേരത്തെ നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ കേസിൽ പെരിമീറ്റർ മിനിമം എന്ന് പറഞ്ഞെടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഡി ആണ്, വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ ആണ് നമ്മൾ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്, ഈക്വൽ ടു 0 എന്ന് എടുത്തത്. ഓക്കെ, നമ്മൾ മിനിമം എന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ കേസിൽ കോൺസ്റ്റൻ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഡെപ്ത് ഓഫ് ഫ്ലോ മാറുന്നില്ല. ഡെപ്ത് ഓഫ് ഫ്ലോ നമ്മൾ പറഞ്ഞു എം ഈസ് ഈക്വൽ ടു d/2 ആയിരിക്കണം എന്നൊക്കെ. സോ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പസോയ്ഡൽ സെക്ഷൻ്റെ കേസിൽ ഡെപ്ത് ഓഫ് ഫ്ലോയും ഏരിയയും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വേരിയബിൾ ആയിട്ടുള്ളത് എന്താണ്, n മാത്രമാണ്, സൈഡ് സ്ലോപ്പ് മാത്രമാണ് വേരിയബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് വിൽ ബി വെൻ സെക്ഷൻ ഈസ് മോസ്റ്റ് എക്കണോമിക്കൽ ഓർ ഇൻ അതർ വേർഡ്സ് പി ഈസ് മിനിമം. ഓക്കെ, പി ടു ബി മിനിമം വി മസ്റ്റ് ഹാവ് dp/dn ഈസ് ഈക്വൽ ടു 0. ഇവിടെ വേരിയബിൾ n ആണ്. ഓക്കെ, ഡെപ്ത് ഓഫ് ഫ്ലോയും ഏരിയയും കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ വേരിയബിൾ ആയിട്ട് വരുന്നത് എന്താണ്, n ആണ്. ഓക്കെ, ഇപ്പോൾ dp/dn അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സൈഡ് സ്ലോപ്പ് n കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് dp/dn ചെയ്യുവാണെങ്കിൽ പീൻ്റെ ഇക്വേഷൻ എവിടെയുണ്ട്, അതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു n ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്കറിയാം എന്താണ് a/d മൈനസ് എൻ ഡി. a/d വിത്ത് റെസ്പെക്ട് ടു n ചെയ്യുമ്പോൾ 0 ആവും. മൈനസ് എൻ ഡിനെ വിത്ത് റെസ്പെക്ട് ടു n ചെയ്യുമ്പോഴെന്താവും, ദാറ്റ് വിൽ ബിക്കം മൈനസ് ഡി അല്ലേ, പ്ലസ് 2d √n² + 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ √n² + 1 എന്നുള്ളത് n² + 1 ഹോൾ റേസ് ടു ഹാഫ് എന്ന് വരും അല്ലേ. ഹോൾ റേസ് ടു ഹാഫ് എന്ന് വരുമ്പോൾ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു n² + 1 റേസ് ടു ഹാഫ് -1 n-1 നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഓർക്കാം. ഇൻറ്റു എന്ത് വരും, ഇതിനകത്തുള്ള n² കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, ഇൻറ്റു 2n വരും. സോ ദാറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ്. ആൻഡ് ഇതിനെ നമുക്ക് ഈ മൈനസ് ഡീനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ ഒരു ഡി ഉണ്ട്, റൈറ്റിലും ഒരു ഡി വരും, അത് ക്യാൻസൽ ചെയ്ത് പോകും. സോ വി വിൽ ഗെറ്റ് 2n ഈസ് ഈക്വൽ ടു √n² + 1. ഓക്കെ, ഇതൊക്കെ എന്താണ് സിംപ്ലിഫിക്കേഷൻ മാത്രമാണ് അല്ലേ. സോ 4n² ഈസ് ഈക്വൽ ടു n² + 1 എന്ന് കിട്ടും. അതിൽ നമുക്ക് ഫൈനലി നമുക്ക് എന്താണ് n-ന് 1/√3 കിട്ടും. ഇതൊക്കെ സിംപ്ലിഫിക്കേഷനാണ്, അത് നിങ്ങൾ ചെയ്തോളാം. സോ n ഈസ് ഈക്വൽ ടു 1/√3 എന്ന് കിട്ടും. അതായത് സൈഡ് സ്ലോപ്പ് n ഈസ് ഈക്വൽ ടു 1/√3 ആണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ കേസിലുള്ള ബെസ്റ്റ് സൈഡ് സ്ലോപ്പ്. അപ്പോൾ അതിനകത്ത് നമ്മൾ തീറ്റ, ഈ ഒരു ആംഗിൾ തീറ്റയാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ ആ ഒരു ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് എടുക്കുവാണ്, ഈ ഒരു സ്ലോപ്പിൽ വരുന്ന ആംഗിളിനെ തീറ്റ എന്ന് ഫിഗറിൽ കാണുന്ന പോലെ എടുക്കുവാണെങ്കിൽ വി ഹാവ് tan θ ഈസ് ഈക്വൽ ടു 1/n. tan θ ഈസ് ഈക്വൽ ടു 1/n. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ സ്ലോപ്പിനെ 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം tan θ ഈസ് ഈക്വൽ ടു 1/n വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1/√3. അതെന്ത് വരും, അതിനെ മുകളിലോട്ട് 1/√3 മുകളിലോട്ട് പോകുമ്പോൾ √3 ആവും. സോ tan θ ടു ബി √3. ഓക്കെ, tan θൻ്റെ വാല്യൂ √3 ആവണമെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 60 അല്ലെ. tan 30, tan 45, tan 60 വാല്യൂസ് നമുക്കറിയാം അല്ലേ. 1/√3 1√3. അപ്പോൾ √3 ആവണമെങ്കിൽ തീറ്റ 60 ആയിരിക്കണം. ദാറ്റ് മീൻസ് വാട്ട്, ഹെൻസ് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് ഈസ് അറ്റ് 60 ഡിഗ്രി ടു ദ ഹൊറിസോണ്ടൽ or the value of n for the best side slope is given by equation 16.14, that is 1/√3. അപ്പോൾ അതാണ്, അതായത് തീറ്റ 60 ഡിഗ്രി ഇവിടെയുള്ള സൈഡ് സ്ലോപ്പിൽ ഇവിടെ തീറ്റ ഹൊറിസോണ്ടലും ആയിട്ടുള്ള, അതായത് ബോട്ടത്തിൽ ഹൊറിസോണ്ടലും ആയിട്ടുള്ള ആംഗിള്, സ്ലോപ്പിൻ്റെ ആ ഒരു സ്ലോപ്പിംഗ് സൈഡിൻ്റെ ആംഗിള് 60 ഡിഗ്രി ആകുമ്പോഴാണ് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് ഉണ്ടാവുന്നത്. അതായത് വെറ്റഡ് പെരിമീറ്റർ മിനിമം ആവുകയും ആവുന്ന കേസിൽ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനിൽ നമുക്കുള്ള ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് അതായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് സ്ലോപ്പിൽ 60 ഡിഗ്രി സ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്താലായിരിക്കും നമുക്ക് മാക്സിമം ഒരു ഗിവൺ ഡിസ്ചാർജിന് ഏറ്റവും എക്കണോമിക്കലായിട്ട് നമുക്ക് സെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്, അതായത് ഏറ്റവും കോസ്റ്റ് കുറച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഹിയർ വി ഹാവ് അനദർ കണ്ടീഷൻ, ദാറ്റ് ഈസ് എന്താണ്, ഹാഫ് ഓഫ് ടോപ്പ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് 1 സ്ലോപ്പിംഗ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനിൽ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ എന്താണ് ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ b+2nd/2 ഉണ്ട്. അപ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു 1/√3 ആണ് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് നമുക്ക് കിട്ടിയല്ലേ. ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് നമുക്ക് കിട്ടി, n ഈസ് ഈക്വൽ ടു 1/√3. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n-ന്
ഇവിടെയും എന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി റൂട്ട് എൻ സ്ക്വയർ പ്ലസ് വണ്ണിലും നമുക്ക് എന്നിന് 1/√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ബി പ്ലസ് 2 ഇൻറ്റു എന്നിന് 1/√3 ഇൻറ്റു ഡി. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതിനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ ഒരു സംഭവത്തെ, അതായത് ഡി റൂട്ട് 1 പ്ലസ് ഡി റൂട്ട് 1/√3 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 2d/√3 കിട്ടും. അതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യുന്നത്. ഇവിടെ 1 സ്ക്വയർ വരും, ഡിവൈഡ് ബൈ √3 സ്ക്വയർ 3 വരും, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അവസാനം 4/3 വരും. 4നെ √4 എടുക്കുമ്പോൾ 2d/√3 എന്ന് കിട്ടും. അതൊക്കെ സിംപ്ലിഫിക്കേഷനാണ്, നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സോ 2d/√3 കിട്ടും. സോ ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ √3b പ്ലസ് 2d/2√3 എന്ന് കിട്ടും. അത് 2d/√3 ആയി. സോ അങ്ങനെ എന്താണ് ഇതൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യുക. ജസ്റ്റ് എന്താണ് റീഅറേഞ്ച്മെൻറ്റും കാൽക്കുലേഷനും ക്യാൻസലിംഗ് ഒക്കെ ഉള്ളൂ. സോ അതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് b ഈസ് ഈക്വൽ ടു 2d/√3. b ഈസ് ഈക്വൽ ടു 2d/√3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ അതിനെ സോൾവ് ചെയ്യുമ്പോൾ b എന്ന് കിട്ടും. സോ b ഈസ് ഈക്വൽ ടു 2d/√3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ അതും വീണ്ടും ഒന്ന് ഈ പെരിമീറ്ററിൻ്റെ ഇക്വേഷനിൽ പെരിമീറ്റർ ഈസ് ഈക്വൽ വെറ്റഡ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു b പ്ലസ് 2d റൂട്ട് n സ്ക്വയർ പ്ലസ് 1 എന്നാണ്. അതിൽ ബിക്ക് നമ്മൾ 2d/√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതുപോലെ എന്നിന് 1/√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു p ഈസ് ഈക്വൽ ടു 2d/√3 പ്ലസ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് p ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു b. ദാറ്റ് മീൻസ് വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് 3 ടൈംസ് വിഡ്ത്ത് ഓഫ് ദ ചാനലാണ്, ബോട്ടം വിഡ്ത്ത് ഓഫ് ദ ചാനലാണ്. അതിൻ്റെ 3 ടൈംസ് ആണ് ബോട്ടം വിഡ്ത്ത് ഓഫ് ദ ചാനൽ, 3 ടൈംസ് ആണ് പെരിമീറ്റർ എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് for a slope of 60 degree the length of the sloping side is equal to the width of the trapezoidal section. സോ നിങ്ങൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. ഈ ഫിഗറിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്നും താഴോട്ട് വന്ന് ഒരു സൈഡ്, പിന്നെ ഈ ബോട്ടം വിഡ്ത്ത്, പിന്നെ വീണ്ടും ഈ രണ്ടാമത്തെ സ്ലോപ്പിംഗ് സൈഡ്, ഈ മൊത്തത്തിലുള്ള ഈ ലെങ്ത്തിനെയാണ് നമ്മൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അതെന്താണ്? 3 ടൈംസ് ബി ആണ്, അതായത് 3 ടൈംസ് ദ ബോട്ടം വിഡ്ത്ത് ബി ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ബോട്ടം വിഡ്ത്ത് ബി ആണ്, ഈ രണ്ട് സൈഡും ബി ആണെങ്കിൽ മാത്രമാണ് അത് ടോട്ടൽ 3b ആവുള്ളൂ. ആ ഒരു വെറ്റഡ് പെരിമീറ്റർ 3b ആവുള്ളൂ. അപ്പം ഈ ഒരു സ്ലോപ്പിംഗ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ബോട്ടം വിഡ്ത്തിന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ബോട്ടം വിഡ്ത്തും അതുപോലെ തന്നെ ഈ സ്ലോപ്പിംഗ് സൈഡിൻ്റെയും വാല്യൂ എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്? പി ഈസ് ഈക്വൽ ടു വെറ്റഡ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ബോട്ടം വിഡ്ത്ത്. അതാണ് ഇവിടെ പറയുന്നത്. ലെങ്ത് ഓഫ് സ്ലോപ്പിംഗ് സൈഡ് ഈസ് ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ദ ട്രപ്പിസോയിഡൽ സെക്ഷൻ. ബ്രെഡ്ത്ത് വിഡ്ത്ത് എന്നൊക്കെ പറയാം. ആ ബി എന്നുള്ള വാല്യൂ തന്നെയാണ് എന്തിനും വരുന്നത്? സ്ലോപ്പിംഗ് സൈഡിനും വരുന്നത്. സോ അപ്പോൾ നമുക്ക് മനസ്സിലായി കുറച്ച് കാര്യങ്ങൾ. എന്താണ്? n ഈസ് ഈക്വൽ ടു 1/√3 ആയിരിക്കും. അതായത് സ്ലോപ്പ്, ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് 1/√3 ആണ്. ആംഗിൾ 60 ഡിഗ്രിയിലായിരിക്കണം. ഈ സൈഡ് ട്രപ്പിസോയിഡിൻ്റെ സൈഡ് ഹൊറിസോണ്ടലായിട്ട് 60 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ ചാനൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനിൽ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് 60 ഡിഗ്രി 1/√3 എന്ന് പറയുന്ന സ്ലോപ്പിൽ കൊടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക? സെക്ഷൻ മോസ്റ്റ് എക്കണോമിക്കൽ കേസിൽ നമുക്ക് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ കിട്ടുള്ളൂ. ഓക്കെ, ഫോർ എ ഗിവൺ ഡിസ്ചാർജ്, ഒരു ഡിസ്ചാർജ് പറയുകയാണെങ്കിൽ അതിന് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ ഈ പറഞ്ഞ കണ്ടീഷൻസ്, ഈ ഒരു ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്നുള്ളൊരു കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ 16.23 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ആ ക്വസ്റ്റ്യൻ നോക്കാം. എ പവർ കനാൽ ഓഫ് ട്രപ്പിസോയിഡൽ സെക്ഷൻ ഹാസ് ടു ബി എക്സ്കവേറ്റഡ് ത്രൂ ഹാർഡ് ക്ലേ അറ്റ് ദ ലീസ്റ്റ് കോസ്റ്റ്, അതായത് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ട്, ലീസ്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണം. ഡിറ്റർമൈൻ ദ ഡയമെൻഷൻസ് ഓഫ് ദ ചാനൽ ഗിവൺ. ഡിസ്ചാർജ് ഈക്വൽ ടു, ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു ഗിവൺ ഡിസ്ചാർജിനാണ് നമ്മൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചാനൽ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ചാർജ് 40 m³/s ഡിസ്ചാർജ് കിട്ടുന്ന രീതിയിൽ, അതുപോലെ ബെഡ് സ്ലോപ്പ് 1:2 2500 ആയിരിക്കണം. ആ രീതിയിൽ ആ ഒരു ഡിസ്ചാർജിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബെഡ് സ്ലോപ്പിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ചാനൽ കൺസ്ട്രക്ട് ചെയ്യാണ്. കണ്ടീഷൻ എന്താണ്? ലീസ്റ്റ് കോസ്റ്റ് ആയിരിക്കണം. ഓക്കെ, കോസ്റ്റ് വളരെ കുറവായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ കോസ്റ്റ് വളരെ കുറവായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണത്? നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്ന വാല്യൂസ് എഴുതുക. ക്യൂ ഡിസ്ചാർജ് തന്നിട്ടുണ്ട് 14, അതുപോലെ ബെഡ് സ്ലോപ്പ് I = തന്നിട്ടുണ്ട്. മാനിങ്സ്
എൻ, അതായത് മാനിങ്സ് ഫോർമുല നിങ്ങൾക്കറിയാം, അതിൻ്റെ വാല്യൂ, അതിൽ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിവിടെ ചെസീസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കണം. അതായത് ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ ചെസീസ് കോൺസ്റ്റൻ്റ് ഉണ്ട്, AC റൂട്ട് MI. അപ്പോൾ അതിൽ നിങ്ങൾ മാനിങ്സ് ഫോർമുല യൂസ് ചെയ്യണം എന്നാണ് ഈ ഒരു ഡാറ്റ തന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ചെസീസ് കോൺസ്റ്റൻറ്റ് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, മാനിങ്സ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്താണ്? ഫോർ എക്സ്കവേഷൻ ഓഫ് ദ കനാൽ അറ്റ് ദ ലീസ്റ്റ് കോസ്റ്റ് ദ ട്രപ്പിസോയിഡൽ സെക്ഷൻ ഷുഡ് ബി മോസ്റ്റ് എക്കണോമിക്കൽ. ഹിയർ സൈഡ് സ്ലോപ്പ്, അതായത് വാല്യൂ ഓഫ് എൻ ഈസ് നോട്ട് ഗിവൺ, എന്നിൻ്റെ വാല്യൂ തന്നിട്ടില്ല. ഹെൻസ് ദ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് ഫോർ ദ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ സെക്ഷൻ നമ്മൾ എടുക്കുകയാണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ തന്നിട്ടില്ല, പക്ഷെ നമുക്കറിയാം മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനാണ് ചെയ്യേണ്ടത്, അതായത് ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ടാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷന് വേണ്ട ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൈഡ് സ്ലോപ്പ് ഏതാണ്, അത് തന്നെയായിരിക്കണം നമ്മൾ എടുക്കുന്ന സൈഡ് സ്ലോപ്പ്. അത് നമുക്കറിയാമല്ലോ, n = 1/√3 നമുക്ക് ഓൾറെഡി അറിയാം. സോ B എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് ചാനലാണ്, D എന്ന് പറയുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. സോ നമുക്കിവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്? ഹാഫ് ഓഫ് ടോപ്പ് വിഡ്ത്ത് = ലെങ്ത് ഓഫ് വൺ സ്ലോപ്പിംഗ് സൈഡ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹാഫ് ഓഫ് ടോപ്പ് വിഡ്ത്ത് = ലെങ്ത് ഓഫ് വൺ ഓഫ് സ്ലോപ്പിംഗ് സൈഡ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം, ഈ ഒരു വാല്യൂ, ഈ ഒരു ഇക്വേഷനൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതൊരു കണ്ടീഷനാണ്, എന്ത്? മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ സെക്ഷനിലെ 3 കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷനാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ അതിനകത്ത് നമുക്ക് എന്നിൻ്റെ വാല്യൂ നമുക്കറിയാം, ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1/√3 പ്രൊവൈഡ് ചെയ്യാണ്. 1/√3 പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, B = 2D/√3. ഇപ്പോൾ നേരത്തെ മുകളിൽ പറഞ്ഞ ബെസ്റ്റ് സൈഡ് സ്ലോപ്പിൻ്റെ കേസിൽ നമുക്ക് കിട്ടിയതാണ്, B = 2D/√3. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എക്സാമിന് ഓർമ്മയുണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഓർത്ത് വെക്കുക. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പം കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, B + 2ND/2 = D√n² + 1 എന്നുള്ളത് ഓർത്ത് വെക്കാം. സോ നമുക്ക് B = 2D/√3 കിട്ടി. ഇനി നമുക്ക് ഏരിയ ഓഫ് ട്രപ്പിസോയിഡൽ സെക്ഷൻ നമുക്കറിയാം. സോ ഏരിയ = B + ND × D ആണ്. അതിനകത്ത് നമ്മൾ Bക്ക് നമ്മൾ 2D/√3 അതുപോലെ N നമ്മൾ 1/√3 കൊടുക്കുകയാണെങ്കിൽ ഏരിയ = √3D² എന്ന് കിട്ടും. അതേപോലെ തന്നെ നമുക്കറിയാം ഹൈഡ്രോളിക് മീൻ ഡെപ്ത്, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ കേസിൽ രണ്ടാമതൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതാണ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് M = ഹാഫ് ഓഫ് ദ ഡെപ്ത് ഓഫ് ഫ്ലോ, ദാറ്റ് ഈസ് D/2 എന്നുള്ള കണ്ടീഷൻ. സോ ആ ഒരു കണ്ടീഷനും കൂടെ നമുക്ക് എടുക്കാം. സോ നമുക്ക് ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ അറിയാം. ഇതേത് ഇക്വേഷനാണ്? ചെസീസ് ഫോർമുലയാണ് അല്ലേ. ചെസീസ് ഫോർമുല എന്ന് പറയുന്നത് ഡിസ്ചാർജിനുള്ള ചെസീസ് ഫോർമുല ഇൻ ഓപ്പൺ ചാനൽ ഫ്ലോ. ഓക്കെ, ഓപ്പൺ ചാനൽ ഫ്ലോയിൽ നമ്മൾ നേരത്തെ പൈപ്പ് ഫ്ലോയിൽ ഒരു ചെസീസ് ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ഡിസ്ചാർജിൻ്റെ ചെസീസ് ഫോർമുല എന്ന് പറയുന്നത് Q = AC √ MI ആണ്. അതിനകത്ത് നമുക്ക് നമുക്ക് മാനിങ്സ് കോൺസ്റ്റൻറ്റ് N ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാനിങ്സ് ഫോർമുല C കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യണം. സോ 1/n m⁻⁴ ആണ് ആ ഫോർമുല. സോ സീൻ്റെ ആ ഒരു മാനിങ്സ് ഫോർമുല കൂടി സിക്ക് ഇവിടെ ഡിസ്ചാർജിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക. അതുപോലെ ഏരിയക്ക് നമ്മൾ √3D² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരത്തെ മുകളിൽ പറഞ്ഞത്. അതുപോലെ നമ്മൾ എന്താണ് അപ്പോൾ ആ വാല്യൂ നമുക്കറിയാം. അതുപോലെ നമ്മൾ എമ്മിന് നമുക്ക് D/2 കൊടുക്കണം. അപ്പോൾ ഇവർ ഈ സ്റ്റെപ്പിൽ കൊടുത്തിട്ടില്ല, അത് എന്ത് ചെയ്തു, ഇവിടെ അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് എന്നിൻ്റെ വാല്യൂ, ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുപോലെ m⁻⁴ ഇവിടെയുണ്ട്. ഇവിടെ റൂട്ടിനകത്തൊരു m ഉണ്ട്, ദാറ്റ് മീൻസ് m⁻½ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത് m⁻⁴ ഇൻറ്റു m⁻½ എന്ന് പറയുന്നത് എന്താവും, m⁻⁴ + 1/2 എന്ന് കിട്ടും. ഓക്കെ, സോ അങ്ങനെ എടുക്കുക. √1/2500 അതാണ് എന്താണ് ഐൻ്റെ വാല്യൂ അല്ലേ. സോ അതും കൂടെ ക്വസ്റ്റ്യനിലുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ കിട്ടി. 1 പോയിൻറ്റ് സോൾവ് ചെയ്യുക. √3 × 1/0.02 ചെയ്ത് കഴിഞ്ഞാൽ 1.732D² ഇൻറ്റു m⁻²/3 എന്ന് കിട്ടും. 1/6 + 1/2. സോ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എമ്മിന് D/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എമ്മിന് D/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്ത് കിട്ടും, D/2⁻³ ആവും ഇവിടെ. സോ നമുക്കത് ഡിസ്ചാർജിൻ്റെ വാല്യൂ, ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, 14 എന്നാണ് ക്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആകെയുള്ള അൺനോൺ എന്ന് പറയുന്നത് D ആണ്, സ്മോൾ d, ദാറ്റ് ഈസ് ഡെപ്ത് ഓഫ് ഫ്ലോ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും അതൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ D നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. സോ അതിനൊന്ന് സോൾവ് ചെയ്യുക. അതിനൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, D = 2.6 എന്ന് കിട്ടും. ഇനി നമുക്ക് B കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് വിഡ്ത്ത് ഓഫ് ചാനലും ഡെപ്ത് ഓഫ് ഫ്ലോയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ B = 2D/√3 എന്ന് നമുക്കറിയാമല്ലോ.
സോ അതിനകത്ത് ഡീൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബിക്കം width of channel is equal to 3.008 meter. സോ ഹിയർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മാനിങ്സിൻ്റെ എൻ വാല്യൂ ആണ് തന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ചെസീസ് കോൺസ്റ്റൻറ്റ് തന്നിട്ടില്ല, അത് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ചെസീസ് ഫോർമുല നിങ്ങൾക്ക് ഓർമ്മ വേണം. ചെസീസ് ഫോർമുലയും ചെസീസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള മാനിങ്സ് ഫോർമുലയും നിങ്ങൾക്ക് ഓർമ്മ വേണം. അതാണെന്ത് 1/n m⁻1/6 എന്ന് പറയുന്നത്. ഓക്കെ, ആ 1/6 എന്നൊക്കെ ഉള്ളത് ശരിക്കും ഓർമ്മിക്കണം, ഇല്ലെങ്കിൽ എക്സാമിന് എഴുതുമ്പോൾ തെറ്റിപ്പോവും. അതിനാണ് പ്രോബ്ലം ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഡിസ്ചാർജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയമെൻഷൻസ് ഓഫ് ദ ചാനലാണ് നമുക്ക് വേണ്ടത്. ഡിറ്റർമൈൻ ദ ഡയമെൻഷൻസ് ഓഫ് ദ ചാനലാണ് നമ്മൾ കണ്ടുപിടിച്ചു. ഡയമെൻഷൻസ് ഓഫ് ദ ചാനൽ എന്താണ്? ഒന്ന് വിഡ്ത്ത് ഓഫ് ദ ചാനൽ ബിയും മറ്റൊന്ന് ഡെപ്ത് ഓഫ് ഫ്ലോയും. ഫ്ലോയിൻ്റെ ഡെപ്താണ്, ചാനലിൻ്റെ മൊത്തം ഡെപ്തിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്, ബി ആൻഡ് ഡി. സോ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബിയും ഡിയും കണ്ടുപിടിക്കുക. അതല്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. നമുക്കത് കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ടിംഗ് വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഡിസ്ചാർജ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിലും ഡയമെൻഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതുപോലെയുള്ള ഏത് പ്രോബ്ലം വന്നാലും, അതായത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക, ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇക്വേഷൻ അറിയാമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ കിട്ടും. എന്നിട്ട് അതിനകത്ത് നിന്ന് വർക്കൗട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, ഈ ഒരു ആദ്യം റെക്റ്റാങ്കുലർ സെക്ഷൻ പഠിച്ചു. റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്താണെന്ന് പഠിച്ചു. രണ്ടാമത് ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷനാണ്. ട്രപ്പിസോയിഡലിൻ്റെ കേസിലുള്ള 3 കണ്ടീഷൻസ് പഠിച്ചു. അതുപോലെ 3 കണ്ടീഷൻസ് പഠിച്ചു മോസ്റ്റ് എക്കണോമിക്കൽ ആവാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്. അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്താലേ ആ ചാനൽ മോസ്റ്റ് എക്കണോമിക്കൽ ആവുകയുള്ളൂ ഫോർ എ ഗിവൺ ഡിസ്ചാർജ്. അതുപോലെ തന്നെ നമ്മൾ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്താണെന്നുള്ളതും പഠിച്ചു. ട്രപ്പിസോയിഡൽ ചാനൽ മോസ്റ്റ് എക്കണോമിക്കൽ ആവുമ്പോൾ ഏതാണ് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്ത് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ പഠിച്ചു. θ = 60 ഡിഗ്രി ആയിരിക്കണം എന്ന് പഠിച്ചു. അതുപോലെ n = 1/√3 ആയിരിക്കണം എന്നും പഠിച്ചു. സോ ഇതൊക്കെയാണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സർക്കുലാർ സെക്ഷനാണ്. സർക്കുലാർ സെക്ഷനിലുള്ള ചാനലാണ്. അതിൻ്റെ മോസ്റ്റ് എക്കണോമിക്കൽ കേസും പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.